ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഷത ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിപ്പോസിക്കർ. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാൻഡി സ്ക്വയർ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ബ്ലാങ്കറ്റ് ക്രോഷ്യ ചെയ്തെടുക്കുക എന്നുള്ളത്. സോ ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു ബ്ലാങ്കറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാൻഡി സ്ക്വയർസ് ഞാനിപ്പോൾ ഇവിടെ ഒരു 64 പീസസ് ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു ബ്ലാങ്കറ്റ് ക്രോഷ്യ ചെയ്തെടുത്തിട്ടുള്ളത്. സൈഡിൽ ഞാൻ ഇതുപോലെ ഷെല്ലിൻ്റെ സ്റ്റിച്ചസും ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ 2 ഗ്രാൻഡി സ്ക്വയർ എടുക്കുക. റൈറ്റ് സൈഡ് മേലെ വരുന്ന രീതിയിൽ, ഇവിടെ റോങ് സൈഡ് നമ്മൾ ഫേസ് ടു ഫേസ് വെച്ചിട്ട് വേണം നമ്മളിവിടെ ജോയിൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് സൂം ചെയ്ത് കാണിക്കാം കേട്ടോ, സ്റ്റിച്ചസ് ക്ലിയർ ആയിട്ട് കാണാൻ. അപ്പോൾ ഇതേ നിങ്ങൾക്ക് മേലെ കാണാൻ പറ്റും. ഈ ചെയിൻ സ്റ്റിച്ചിൽ വേണം നമ്മൾ ജോയിൻ ചെയ്തെടുക്കാനായിട്ട് ഗ്രാൻഡി സ്ക്വയർ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കോർണർ സൈഡിൽ 3 സ്റ്റിച്ച് ഉണ്ട്. സ്റ്റിച്ച് 1, 2, 3 ഈ 3 സ്റ്റിച്ചിൽ ഈ ഫസ്റ്റ് സ്റ്റിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ജോയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ മറ്റേ സൈഡിലും 3 സ്റ്റിച്ചുകൾ. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് വരണം, അല്ലെങ്കിൽ ഏക്കക്കുറച്ചിലുകളുണ്ടാവും. അപ്പോൾ ഈ കാണുന്നതാണ് ബാക്ക് ലൂപ്പ്, അതിൻ്റെ മേലത്തെയാണ് നമ്മുടെ ഫ്രണ്ട് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ഗ്രാൻഡി സ്ക്വയർസിൻ്റെ ബാക്ക് ലൂപ്സ് വെച്ചിട്ട് വേണം നമ്മൾ ജോയിൻ ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 വെച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സ്ക്വയർ ജോയിൻ ചെയ്യാനായിട്ട് ഞാനൊരു വൈറ്റ് കളർ വൂളൻ ത്രെഡാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ ക്രോഷ്യ ഹുക്ക് ഇതിലുള്ളിൽ മൂവ്മെൻറ്റിനുള്ള സ്പേസ് കൊടുത്തിട്ട് ഉള്ളിലേക്ക് കയറ്റാം. അതിന് ശേഷം നമുക്കിതിൻ്റെ 2 സൈഡിൻ്റെ ബാക്ക് ലൂപ്സ് വഴി വേണം നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യത്തെ ഗ്രാൻഡി സ്ക്വയറിൻ്റെ റൈറ്റ് സൈഡ് മേലെ വരുന്ന രീതിയിൽ എടുത്തിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഇത് ഫ്രണ്ട് ലൂപ്പ്, ഇത് ബാക്ക് ലൂപ്പ്. അപ്പോൾ ബാക്ക് ലൂപ്പിൻ്റെ ആ ഒരൊറ്റ ലൂപ്പിൽ മാത്രമായിട്ട് വേണം ഹുക്ക് വരാനായിട്ട്. ഒരൊറ്റ ത്രെഡേ വരാൻ പാടുള്ളൂ. ഇതുപോലെ എടുക്കാം. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് മറ്റേ സൈഡിൻ്റെയും റൈറ്റ് സൈഡ് മേലെ വരുന്ന രീതിയിൽ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ്, ഇത് ഫ്രണ്ട് ലൂപ്പാണ് ഈ കാണുന്നത്, ബാക്ക് ലൂപ്പാണ് ഈ കാണുന്നത്. ബാക്ക് ലൂപ്പിലൂടെ വീണ്ടും ക്രോഷ്യ ഹുക്ക് നമുക്ക് എടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ഒരൊറ്റ ത്രെഡ് ആ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ 3 ലൂപ്സ് ഇപ്പോൾ ക്രോഷ്യ ഹുക്കിലുണ്ട്. ഇനി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഈ ത്രെഡ് ഇതുപോലെ വലിച്ചെടുത്ത് മറ്റേ കയ്യിൽ നമ്മൾ ചുറ്റി വയ്ക്കണം. എന്നിട്ട് നമുക്ക് ഈ ഒരു ത്രെഡ് ഈ 3 ലൂപ്പിൽ കൂടെ വലിച്ചെടുക്കുമ്പോൾ ഒറ്റയടിക്ക് നമ്മൾ വലിച്ചെടുക്കരുത്. ഒന്ന് ലെഫ്റ്റ് ആൻഡ് റൈറ്റിലേക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ഉള്ളിലൂടെ പോരാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് അവിടെ ടൈറ്റൻ ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ത്രെഡ് വലിച്ചിട്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ള സ്റ്റിച്ചസും നമുക്ക് ക്രോഷ്യ ചെയ്തെടുക്കാം. അപ്പോൾ 2 ഗ്രാൻഡി സ്ക്വയറിൻ്റെ നേർക്ക് വരുന്ന ബാക്ക് ലൂപ്സിലൂടെ മാത്രമേ നമ്മൾ ചെയ്തെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ക്രോഷ്യ ചെയ്ത് മേലെ എത്തുമ്പോൾ ഏക്കക്കുറച്ചിലുകളുണ്ടാവും. ഇതുപോലെ നമുക്ക് ബാക്ക് ലൂപ്സിലൂടെ മാത്രമായിട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഉള്ളിലോട്ട് വലിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു ചെയിൻ സ്റ്റിച്ച് മേലെ ഫോം ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം.
ഇപ്പോൾ 2 ഗ്രാനി സ്ക്വയർസ് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പ് സ്റ്റിച്ച് വരെ ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. നമ്മൾ നെക്സ്റ്റ് റൗണ്ട് പോകുമ്പോൾ ഇതുപോലെ തന്നെ 2 ഗ്രാനി സ്ക്വയർസ് നമ്മൾ വീണ്ടും എടുത്തിട്ട് ഇതുപോലെ റൈറ്റ് സൈഡ് മേലെ വരുന്ന രീതിയിൽ പിന്നെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. 2 എണ്ണം വയ്ക്കുക. അതിൻ്റെ റോങ് സൈഡ് ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് പോവുക. അങ്ങനെ ജോയിൻ ചെയ്ത് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ജോയിൻറ്റിൻ്റെ മേലെ ഒരു സ്റ്റിച്ച് ഇതുപോലെ വരും, കാണാൻ പറ്റും. ഇതുപോലെ മേലെ ഒരു സ്റ്റിച്ച് വരുന്നത്, അതുപോലെ നമ്മളിതുപോലെ എല്ലാ സൈഡും ജോയിൻ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ 64 പീസ് ഗ്രാനി സ്ക്വയർസും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഇത് ക്രോഷ്യ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, ഈ ഒരു മേലെ കൂടെ നമ്മൾ ക്രോഷ്യ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ലോക്ക് ചെയ്യേണ്ടതെന്നാണ് ഡൗട്ട് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു റോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ജോയിൻ ചെയ്ത ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗം ചെയ്ത പോലെ തന്നെ ഇതും നമ്മൾ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ അപ്പർ കോർണർ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണത് ലോക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. ലാസ്റ്റത്തെ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത് 2 ഗ്രാനി സ്ക്വയറിൻ്റെയും. അത് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ എങ്ങനെ ലോക്ക് ചെയ്യാമെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ദേ ഈ ഒരു ഭാഗത്ത് നമുക്ക് മേലെ ഒരു ചെയിൻ സ്റ്റിച്ചും കൂടി വേണം. ഇതുപോലെ നമുക്കിതിൽ കാണാൻ പറ്റും മേലെ ഒരു ചെയിൻ സ്റ്റിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ, ആ ത്രെഡ് നമുക്കിതുകളിലൂടെ വലിച്ചിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് മേലെ ഇതുപോലെ കവർ ചെയ്തിടുക. അപ്പോൾ താഴത്തെ സ്റ്റിച്ച് കവർ ചെയ്തിപ്പോൾ ഇനി നേരത്തെ പോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുക. അത് മാത്രമാണ് നമുക്ക് അവിടെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് മേലെ ഈ ജോയിൻറ്റ് എല്ലാം ചെയ്തതിന് ശേഷം എങ്ങനെ കെട്ടിടുക എന്നുള്ളതാണ്. ജോയിൻ ചെയ്തപ്പോൾ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ നോട്ട് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ലാസ്റ്റത്തെ ഒരു സ്റ്റിച്ചും കൂടി ഞാൻ ചെയ്തെടുക്കാം.
നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ബാക്ക് ലൂപ്പും വെച്ചിട്ട് യാൺ ഓവർ ചെയ്യുക. അതുപോലെ ദേ ചെയ്തെടുക്കുക. ഇനി നമുക്ക് നോട്ട് ചെയ്യാനായിട്ടൊന്നുമില്ല. എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഭാഗം ഇതുപോലെ ക്രോഷ്യോ ഹുക്കിലൂടെ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ബാക്കി എക്സസൈസ് നിൽക്കുന്നുണ്ടല്ലോ അത് കുറച്ച് നീട്ടനെ, ഒരുപാടല്ല, കുറച്ച് നീട്ടനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് നീട്ടനെ കട്ട് ചെയ്യേണ്ട, കുറച്ച് നീട്ടനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിങ്ങനെ പുൾ ചെയ്തെടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വലിച്ച് ടൈറ്റാക്കുക. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാൻ 64 ഗ്രാനി സ്ക്വയർസാണ് ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ആ മേലത്തെ ചെയിൻ സ്റ്റിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഈ നോട്ടുകളുടെ ഈ നീട്ടനെ കിടക്കുന്ന ഈ ത്രെഡ് ഉണ്ടല്ലോ അതൊന്നും ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല, ലാസ്റ്റാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ 4 സൈഡിലും ഒരു ഷെല്ലിൻ്റെ സ്റ്റിച്ചാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഷെൽ ഡിസൈൻ ക്രോഷ്യോ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഏതെങ്കിലും ഒരു കോർണറിന് വേണം തുടങ്ങാനായിട്ട്. അപ്പോൾ കോർണറിൽ നിന്ന് തുടങ്ങാനായിട്ട് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ ഈ ഒരു കോർണറിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കോർണറിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ചിൻ്റെ എണ്ണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഈ കോർണർ ഷെല്ലുകൾ ചെയ്യാനും വൈറ്റ് കളർ ത്രെഡ് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. മൂവ്മെൻറ്റിനുള്ള സ്പേസ് ക്രോഷ്യോയ്ക്ക് കൊടുത്തിട്ട്, ക്രോഷ്യോ ഹുക്കിന് കൊടുത്തിട്ട് ചെയ്യാം. ഡബിൾ ക്രോഷ്യോ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് യാൺ ഓവർ ചെയ്തതിന് ശേഷം ഈ കോർണറിലേക്ക് വലിച്ച് വീണ്ടും എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 3 ലൂപ്പുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഡബിൾ ക്രോഷ്യോ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ 2 ലൂപ്പിലൂടെ ആദ്യം വലിച്ചെടുക്കുക, എന്നിട്ട് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ത്രെഡ് യാൺ ഓവർ ചെയ്യുക. അപ്പോൾ ദേ നമ്മൾ ആദ്യത്തെ ഡബിൾ ക്രോഷ്യോ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കോർണറിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡ് പോലെ ഇങ്ങനെ ഷേപ്പിലാണ്, നമുക്ക് ഒരു അമ്പർല ഷേപ്പിലാണ് ഈ ഷെൽ സ്റ്റിച്ച് നിൽക്കേണ്ടത്. ഞാൻ ഈ വലിച്ച് ഈ സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഇവിടെ നമുക്കൊരു 7 ഡബിൾ ക്രോഷ്യോസ് ചെയ്തെടുക്കണം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ 6 ചെയ്യണുള്ളൂ. ബാക്കിയൊരു സ്റ്റിച്ച് നമുക്ക് ലാസ്റ്റാണ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഇതേ ഡബിൾ ക്രോഷ്യോസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു ഡിഫിക്കൽട്ടി ആയിട്ടായിരിക്കും തോന്നുന്നുണ്ടാവാൻ ഞാൻ ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ക്യാമറയിലും കൂടി നോക്കിയിട്ടാണല്ലോ ചെയ്യുന്നത്. അത് ശരിക്ക് സൂമിനായിട്ട് കാണുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ 5 സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ കോർണറിൽ 6 ചെയ്യണമെന്നുള്ളൂ. സാധാരണ എല്ലാ കോർണറിലും നിങ്ങൾ 7 സ്റ്റിച്ച് വീതം ചെയ്യണം. ഇപ്പോൾ ഞാൻ 6 ഡബിൾ ക്രോഷ്യോസ് ചെയ്തെടുത്തിട്ടുണ്ട്, 6 ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഷെല്ലിൻ്റെ ഷേപ്പ് ആക്കണമല്ലോ. അപ്പോൾ ഇവിടെ ഒരു ഷേപ്പ് കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ 3 ഡബിൾ ക്രോഷ്യോസ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടില്ലേ ബ്ലൂ വൂളൻ ത്രെഡിൽ, അതിൽ നടുവിലത്തേൻ്റെ മേലത്തെ ഈ ചെയിൻ സ്റ്റിച്ച്, അതായത് ഈ 2 ലൂപ്പ്, ഒരു ലൂപ്പല്ല ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും കൂടി നിങ്ങൾ ക്രോഷ്യോ ഹുക്ക് ഇൻസേർട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ 2 ലൂപ്പിൽ കൂടി ഇൻസേർട്ട് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന യാൺ ഓവർ ചെയ്തെടുക്കുക. ഇപ്പോൾ നല്ല ഷെൽ ഷേപ്പായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ഇനി അടുത്ത ഹോളിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഈ സെയിം പ്രൊസീജിയർ തന്നെ. ഇനി അടുത്തതിൽ ചെയ്യുമ്പോൾ നമ്മൾ 5 ഡബിൾ ക്രോഷ്യോസ് ചെയ്താൽ മതി. നേരത്തെ പോലെ തന്നെ 2 ലൂപ്പിലൂടെ ആദ്യം എടുക്കുക, പിന്നെ ബാക്കി 2 ലൂപ്പുകളിലൂടെയും വലിച്ചെടുക്കുക. അങ്ങനെ ഇടയിൽ വരുന്ന ഹോൾസിലെല്ലാം നിങ്ങൾ 5 ഡബിൾ ക്രോഷ്യോസ് വെച്ച് ചെയ്യണം. കോർണർ സൈഡിൽ നിങ്ങൾ 7 ഡബിൾ ക്രോഷ്യോ ചെയ്യണം. അങ്ങനെ ഇപ്പോൾ അതേ 5 ഞാൻ ചെയ്തെടുക്കാം. നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിത് ചെയ്ത് പഠിച്ചെടുക്കുകയാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല അത് ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ 5 ചെയ്തെടുത്തിട്ടുണ്ട്. 1 2 3 4 5, ഇവിടെ 6. ഇപ്പോൾ ഇവിടെ നമ്മൾ ജോയിൻ ചെയ്തു. അതേപോലെ തന്നെ നെക്സ്റ്റ് ബ്ലൂ വൂളൻ ത്രെഡിൽ ഗ്രാനി സ്ക്വയറിലുള്ള 3 ഡബിൾ ക്രോഷ്യോസിൻ്റെ നടുവിലത്തെ ഡബിൾ ക്രോഷ്യോൻ്റെ മേലെ വരുന്ന 2 ലൂപ്പ്, ബാക്ക് ലൂപ്പും ഫ്രണ്ട് ലൂപ്പും, അതിൻ്റെ മീതെ കൂടെ വേണം നമ്മൾ ഇതുപോലെ യാൺ ഓവർ ചെയ്തെടുക്കുക. ഇനി ഈ സെയിം പ്രൊസീജിയർ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട്
പോവാം. ഷെൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഗ്രാനി സ്ക്വയർസ് ജോയിൻ ചെയ്തെടുത്ത് 2 ഹോൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എങ്ങനെ നമുക്ക് ഷെൽ സ്റ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഹോളിൽ ഞാൻ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ത്രെഡ് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ആദ്യത്തേൽ ഞാൻ 2 ഡബിൾ ക്രോഷ്യേഴ്സാണ് ചെയ്യുന്നത്. മറ്റേ ഹോളിൽ ഞാൻ 3 വെച്ച് ചെയ്യണം. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ ഞാൻ 2 ഡബിൾ ക്രോഷ്യേഴ്സ് ആദ്യത്തെ ഹോളിൽ ചെയ്തു. ഇനി രണ്ടാമത്തേൽ അപ്പോൾ ഈ എക്സ്റ്റെൻഡ് ചെയ്തിരുന്ന ത്രെഡ് ഇതുപോലെ നമുക്ക് നടുവിലേക്ക് വലിച്ചെടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതതിൻ്റെ ഉള്ളിലേക്ക് തന്നെ പൊക്കോളും. അടുത്ത ഹോളിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യേഴ്സ് ചെയ്തെടുക്കാം. അടുപ്പിച്ച് വയ്ക്കുമ്പോൾ നമുക്കത് നീറ്റിൽ തന്നെ വരും. ഇതേപോലെ തന്നെ ഇനി ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ഷെൽ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ഗ്രാനി സ്ക്വയറിലുള്ള ഡബിൾ ക്രോഷ്യേൻ്റെ നടുവിൽ നമ്മൾ ജോയിൻ ചെയ്ത് പോവുക. അങ്ങനെ നമുക്ക് ഫുൾ റൗണ്ട് എത്തിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ലേ ഷെൽ സ്റ്റിച്ച്, അവിടെ എത്തുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ 7ാമത്തെ സ്റ്റിച്ച് ചെയ്യണതെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു റോ മൊത്തം ഇതുപോലെ ഷെൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോർണർ സൈഡിൽ നമ്മളെപ്പോഴും 7 ഡബിൾ ക്രോഷ്യേഴ്സും നടുവിൽ വരുന്നതിലെല്ലാം നമ്മൾ 5 ഡബിൾ ക്രോഷ്യേഴ്സാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കോർണറിൽ നിങ്ങൾ 7 ഡബിൾ ക്രോഷ്യേഴ്സ് വേണം ചെയ്യാനായിട്ട്. 7 ചെയ്തിട്ട് നിങ്ങൾ പിന്നെ 5 ചെയ്യാം.
ചെയ്തിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തെടുത്താണ് എൻഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോർണർ സൈഡിൽ 6 സ്റ്റിച്ചാണ് വേണ്ടത്, അല്ല 7 സ്റ്റിച്ചാണ് വേണ്ടത്. അതിലിപ്പോൾ 6 എണ്ണം ഞാൻ ചെയ്തു. ഇനി 7ാമത്തെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ ഈ ഗ്രാനി സ്ക്വയറിലുള്ള മിഡിൽ ഡബിൾ ക്രോഷേൻ്റെ ചെയിൻ സ്റ്റിച്ച് 2 ലൂപ്പിലും കൂടി ജോയിൻ ചെയ്തെടുത്തിട്ട് നോർമൽ ചെയ്യണ പോലെ തന്നെ നമുക്ക് ഇനി അടുത്ത കോർണറിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്തതിൻ്റെ ആദ്യത്തെ ഡബിൾ ക്രോഷേ ഉണ്ടല്ലോ, അതിൻ്റെ മേലത്തെ ലൂപ്പിൽ 2 ലൂപ്പിലും കൂടി ആയിട്ട് നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ ജസ്റ്റ് 2 ലൂപ്പിലും കൂടി എടുക്കുക. എന്നിട്ടിത് ജോയിൻ ചെയ്യാം. എന്നിട്ടിത് ടൈറ്റൻ ചെയ്യാനായിട്ട് നമുക്കൊരു നോട്ട് ഇട്ട് കൊടുക്കാം. നോട്ട് ഇട്ടിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ത്രെഡ് നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തിട്ടൊന്ന് പുൾ ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ടൈറ്റൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ 4 സൈഡും ഷെൽ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സസ് ആയിട്ട് നിൽക്കുന്ന ഈ ത്രെഡുകളുണ്ടല്ലോ, അത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഷെല്ല് ചെയ്ത് വരുമ്പോൾ തന്നെ ആ ത്രെഡ് അതിൻ്റെ ഉള്ളിലായിട്ടാണ് പോയിട്ടുള്ളത്, സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി സെപ്പറേറ്റ് പുള്ള് ചെയ്തെടുക്കണ്ട, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അങ്ങനെ എല്ലാ ത്രെഡുകളും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അത് ബ്ലാങ്കറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 64 ഗ്രാനി സ്ക്വയർസ് ജോയിൻ ചെയ്തിട്ടാണ് ഞാൻ ഈ ബ്ലാങ്കറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഗ്രാനി സ്ക്വയർസിൻ്റെ വലുപ്പവും കൂട്ടാം, അല്ലെങ്കിൽ എണ്ണവും കൂട്ടാം. ഇപ്പോൾ ഞാൻ 64 എണ്ണത്തിൻ്റെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തതിൻ്റെ അടിഭാഗം ഇതുപോലെയാണ് വരിക. അപ്പോൾ ഞാനിത് എൻ്റെ മോളുടെ ബേബി ഷൂട്ടിന് വേണ്ടിയിട്ട്, ന്യൂ ബോൺ ബേബി ഷൂട്ടിന് വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഡെലിവറിക്ക് മുന്നേ ഇത് ചെയ്ത് വെച്ചിട്ടാട്ടോ പോയത്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് ഫോട്ടോസ് കാണാം.